സംഗതി ഉഷാറായിട്ടുണ്ട്. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ചില വഴികൾ കാണാതെ പോകരുത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് വന്നിരിക്കുകയാണ്. കുറ്റം എന്താണെന്നല്ലേ? 2018 ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട സമരം ചെയ്തു പോലും പോലീസിനെ തടഞ്ഞു, റോഡ് ഉപരോധിച്ചു, കോടതി വാറന്റ് അയച്ചു. ശരി, നിയമം നടക്കട്ടെ. പക്ഷേ ഇവിടെയാണ് കോമഡി. ഈ കേസിന്റെ ആധാരമായ വിഷയമൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് പീഡന പരാതിയുമായി ചെന്നപ്പോൾ അത് അന്വേഷിക്കുവാൻ പാർട്ടി കമ്മീഷനെ വെച്ച വിപ്ലവ പാർട്ടിയാണ് നമ്മുടെ CPIM. അന്വേഷണം കഴിഞ്ഞ് അവർ പുറത്തുവിട്ട ആ വിശ്വപ്രസിദ്ധമായ കണ്ടുപിടുത്തം ഓർമ്മയുണ്ടോ? പീഡനം നടന്നിട്ടുണ്ട്, പക്ഷെ അതിനത്ര തീവ്രത പോരാ എന്ന്. അതേ പീഡനത്തിന് തീവ്രത അളക്കുന്ന ലോകത്തിലെ ഏക ലാബ് AKG സെന്ററിലാണെന്ന സത്യം അന്നാണ് ഈ ലോകം അറിഞ്ഞത്. സ്വന്തം നേതാവ് പീഡിപ്പിച്ചാൽ അത് തീവ്രത കുറഞ്ഞ കുറ്റം, എന്നാൽ ആ ഇരയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയാലോ അത് തീവ്രത കൂടിയ ക്രിമിനൽ കുറ്റമാകുന്നു. കൊള്ളാം, നല്ല ഒന്നാന്തരം ഡബിൾ സ്റ്റാൻഡ് മൈൻഡ്. സ്ത്രീ സംരക്ഷണം, നവോത്ഥാനം, മതിലുകെട്ടൽ, രാത്രിയായാൽ ചാനൽ ചർച്ചയിൽ മൈക്ക് പൊട്ടിച്ച് പ്രസംഗം. പക്ഷേ സ്വന്തം പാർട്ടിയിലെ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി സമരം ചെയ്തവരെ 6 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊടുക്കാൻ നോക്കുന്നത് എന്ത് നവോത്ഥാനമാണാവോ? ഷാഫി പറമ്പിൽ കോടതിയിൽ പോയി ശിക്ഷ വാങ്ങി. ഇനി ഡീൻ കുര്യാക്കോസും വരും. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ ഈ തീവ്രത അളക്കൽ സിദ്ധാന്തത്തിന് വലിയ വിലയൊന്നും കിട്ടില്ല കേട്ടോ. ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി മുൻപാകെ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുവാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2018 ഷൊർണൂരിലെ അന്നത്തെ MLAക്കെതിരെ സ്ത്രീ പീഡന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിനിടെ ഡീൻ കുര്യാക്കോസ് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഫെബ്രുവരി 2 കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ദേശീയപാത ഉപരോധിച്ച കേസിന് കോടതി അറസ്റ്റ് വാറന്റ് നൽകിയതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ MP കഴിഞ്ഞ ദിവസം പാലക്കാട് കോടതിയിൽ ഹാജരായിട്ട് ശിക്ഷ അനുഭവിച്ചിരുന്നു. കോടതി പിരിയും വരെ തടവും പിഴയുമായിരുന്നു ഷാഫിക്ക് കോടതി വിധിച്ച ശിക്ഷ. അന്ന് DYFI വനിതാ നേതാവായിരുന്നു MLA ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് കാണിച്ച പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന് പരാതി നൽകിയത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ബൃന്ദ കാരാട്ടിന് പരാതി നൽകേണ്ടി വന്നത്. എന്നിട്ടും AK ബാലനും ശ്രീമതി ടീച്ചറും തീവ്രത അളക്കാൻ പോവുകയായിരുന്നു. എന്നിട്ടെന്തായി? PK ശശിയെ പിടിച്ച് KTDC ചെയർമാനാക്കി വനിതാ നേതാവിന് നാണം കെടുത്തുകയും ചെയ്തു. നീതിക്കായി പോരാടിയവർ ജയിലിലും കിടക്കണം എന്നാണ്. ഇപ്പോൾ സഖാക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും ആരെങ്കിലും സമരം ചെയ്യാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം പാർട്ടി ഓഫീസിൽ പോയി തീവ്രത എത്രയാണെന്ന് എന്ന് അളക്കണം. 10 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ മിണ്ടാതെ വീട്ടിലിരുന്നോളാം. അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനെ കിട്ടിയതുപോലെ വാറന്റ് കിട്ടും. പീഡിപ്പിച്ചവർ MLAമാരായും ബോർഡ് ചെയർമാൻമാരായും വാഴുമ്പോൾ നീതി ചോദിച്ചവർ കോടതി കയറി ഇറങ്ങണം. ഇതിനാണ് അസൽ ഇടതുപക്ഷ ബദൽ എന്ന് വിളിക്കേണ്ടത്.